പ്രധാനം ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും കുമരകത്തുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇന്നലെ മുതൽ വലിയ കനത്ത സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. കുമരകത്തൊക്കെ ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണമുണ്ട്. നമുക്കറിയാം, ഇന്നലെയൊക്കെ അവിടെ ചെന്നവർക്ക് മനസ്സിലാകും വലിയ പോലീസിന്റെയൊക്കെ സാന്നിധ്യം അവിടെയുണ്ട്. കാരണം അത്രത്തോളം സുരക്ഷിതത്വമുള്ള രണ്ടുപേരാണ് അവിടെ താമസിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഇവരുടെ കൂടിക്കാഴ്ച ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കും എന്നുള്ളതാണ്. വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് ഇരു മുഖ്യമന്ത്രിമാരും ഇന്ന് പങ്കെടുക്കുക. മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് കേരളം അനുമതി നൽകിയിരുന്നു. അറ്റകുറ്റപ്പണി കേരളം തടഞ്ഞത് വൈക്കം സന്ദർശനവേളയിൽ ഉന്നയിക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ ചൊവ്വാഴ്ച തമിഴ്നാട് നിയമസഭയെ അറിയിച്ചിരുന്നു. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഇന്ന് ഇപ്പോൾ പ്രഭാത ഭക്ഷണ സമയത്താണ് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഇന്നലെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു, പക്ഷേ അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിഷേധിച്ചിരുന്നു. ഇന്ന് സംസാരിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ കടന്നുവരും? രഞ്ജിത്ത്, ഇന്നലെ രാത്രി ഏകദേശം 9 മണിയോടുകൂടിയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ താമസിച്ച ലേക്ക് റിസോർട്ടിലേക്ക് എത്തിയത്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിൽ എത്തിയത്. അതിനുശേഷം അദ്ദേഹം വളരെ ക്ഷീണിതനായതുകൊണ്ട് രാത്രി മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച വേണ്ട എന്ന് പറയുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം ഇരുവരും ഒന്നിച്ചായിരിക്കും കഴിക്കുക. അപ്പോൾ മറ്റു വിഷയങ്ങൾ ചർച്ചയാക്കാം എന്നാണ് തീരുമാനം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് രണ്ട് മുഖ്യമന്ത്രിമാരുടെയും ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് പ്രഭാത ഭക്ഷണ വേളയിൽ തന്നെ എം കെ സ്റ്റാലിൻ ഈ നമ്മുടെ മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണികൾക്കായി തമിഴ്നാട്ടിൽ നിന്ന് വന്ന PWD ഓഫീസർമാരെ തടഞ്ഞ സംഭവത്തിൽ അത് മുഖ്യമന്ത്രിയോട് ഉന്നയിക്കും, അതിലൊരു ആശങ്ക പങ്കുവെക്കും എന്ന് കൂടി അറിയിച്ചിരുന്നു. എന്തായാലും ഈ ആശങ്ക പങ്കുവെക്കുന്നതിന് മുൻപ് തന്നെ ഈ അറ്റകുറ്റപ്പണികൾക്ക് അനുമതി സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അന്ന് മണലുമായി, അതായത് ഡിസംബർ 5-ന് മണലും മറ്റ് സാമഗ്രികളുമായി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരെ വനപാലകരായിരുന്നു തടഞ്ഞിരുന്നത്. അത് വനപാലക തടഞ്ഞതിന്റെ കാരണം അത് നിയമങ്ങൾ പാലിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം മതി ഈ അറ്റകുറ്റപ്പണി എന്ന കേരളം നേരത്തെ നിലപാടെടുത്തിരുന്നു. ഈ അറ്റകുറ്റപ്പണിക്കായി ഇവർ വരുന്ന കാര്യം പോലും തമിഴ്നാട് മുൻകൂട്ടി കേരള സർക്കാരിനെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് തടഞ്ഞത്. എന്തായാലും ഈ ചില നിബന്ധനകളോടുകൂടി തന്നെ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കേരള സർക്കാർ നൽകി എന്നാണ് നമുക്ക് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്റ്റാലിൻ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുക, അത്തരത്തിലൊരു അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഒരു അനുമതി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയായിരിക്കും പറയുക. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നമ്മൾ ഏവരും ഉറ്റുനോക്കിയത് ആ വിഷയം തന്നെയാണ്. മറ്റ് വിഷയങ്ങളെയും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുരക്ഷാ പരിശോധനയോ മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ കേരളത്തിനുള്ള ആശങ്കകളൊന്നും തന്നെ ചർച്ചയാകില്ല എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇന്ന് മുഖ്യമന്ത്രിയും സ്റ്റാലിനും തമ്മിലുള്ള ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരിക്കും. നമുക്കറിയാം ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് എത്രമാത്രമാണെന്ന്. ആ രീതിയിലുള്ള ഒരു സൗഹൃദമായിട്ടുള്ള കൂടിക്കാഴ്ച മാത്രമായിരിക്കും ഇന്ന് രാവിലെ നടക്കുക. മറ്റ് മന്ത്രിമാരോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, മറ്റ് വിഷയങ്ങളൊന്നും ചർച്ചയാകില്ല എന്നുകൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശതാബ്ദി ആഘോഷം നടക്കുന്നുണ്ട്. അതിൽ പെരിയോർ പങ്കെടുത്തത് ഒക്കെ തമിഴ്നാട്ടില് വലിയ ആഘോഷമാണ്. അവർക്കൊരു പ്രധാനപ്പെട്ട ദിനമാണത്. അത് ആ ചടങ്ങിൽ പങ്കെടുക്കാനാണല്ലോ സ്റ്റാലിൻ എത്തിയിരിക്കുന്നത്. അതിന്റെ സമയക്രമം എങ്ങനെയാണ്? നമ്മുടെ മുഖ്യമന്ത്രിയും അതിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം ഇന്ന് തന്നെ സ്റ്റാലിൻ മടങ്ങുമോ? ഒപ്പം കുമരകത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണല്ലോ അല്ലെ? രഞ്ജിത്ത്, രാവിലെ 10 മണിക്കാണ് ഈ രണ്ട് പരിപാടികൾ ആരംഭിക്കുക. ആദ്യം തന്തൈ പെരിയാറിന്റെ പ്രതിമ അനാച്ഛാദനമായിരിക്കും. അത് ഈ രണ്ട് മുഖ്യമന്ത്രിമാരും കൂടി ചേർന്നായിരിക്കും നടത്തുക. അതിനുശേഷം അവിടെ തന്നെ വലിയ ലൈബ്രറി, ഒപ്പം തന്നെ ഈ വലിയ തിയേറ്റർ സ്ക്രീനിംഗ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സന്ദർശന ലൈബ്രറി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക്, ഇതെല്ലാം തന്നെ ഈ പ്രതിമയോടനുബന്ധിച്ച് തന്നെ അതും ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമാണ് ഈ ബീച്ച് മൈതാനിയിൽ ഇരുവരും എത്തുക. അവിടെയാണ് വൈക്കം സത്യാഗ്രഹ സമാപന പൊതുസമ്മേളനം നടക്കുക. ഏകദേശം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി ഏകദേശം 5000-ലധികം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ചില മുഖ്യമന്ത്രിമാരും ഇവിടെ മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയിട്ടുണ്ട്. ഒപ്പം എം കെ സ്റ്റാലിന്റെ ഭാര്യയും ഇന്നലെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. കനത്ത സുരക്ഷ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചടങ്ങ് പൂർണ്ണമായും തമിഴ്നാട് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതും സംഘടിപ്പിക്കുന്നതും. അവിടെ മുഖ്യമന്ത്രിയായിരിക്കും, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും
അധ്യക്ഷത വഹിക്കുക. ഇരു മുഖ്യമന്ത്രിമാരും അവിടെ പ്രസംഗിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വലിയ സുരക്ഷ. ഇന്നലെ തന്നെ ഈ റിസോർട്ടിന് മുന്നിൽ തന്നെ ഏകദേശം 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയത്തും കനത്ത സുരക്ഷ തന്നെയാണ്. 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനം വളരെ കർശന ഉപാധികളോട് കൂടിയാണ് പ്രവേശനം. അത്രയേറെ സുരക്ഷയോടുകൂടി തന്നെയാണ് ഇന്ന് നടക്കുന്ന ഈ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വലിയ ഗതാഗത നിയന്ത്രണവും കോട്ടയത്തെ വിവിധ ഇടങ്ങളിലായി നിലനിൽക്കുന്നുമുണ്ട്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എം കെ സ്റ്റാലിനും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് കുമരകത്താണ്. ചില കൂടിക്കാഴ്ചകൾ സംഭവിച്ചേക്കാം. പ്രഭാത ഭക്ഷണ വേളയിലാണ് ഇത്തരം കൂടിക്കാഴ്ചകൾക്ക് ചർച്ചകൾക്കുള്ള സാധ്യത എന്നാണ് മനസ്സിലാകുന്നത്.